Hey guys, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് നമുക്ക് ഫസ്റ്റായിട്ട് ആദ്യത്തെ കസ്റ്റമറിനെ കിട്ടിയിരിക്കുകയാണ്, അതായത് ഇലക്ട്രിക് സൈക്കിൾ ഉണ്ടാക്കുന്നതിന് കേട്ടോ. അപ്പോൾ നമ്മുടെയൊക്കെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഇലക്ട്രിക് സൈക്കിൾ ഉണ്ടാക്കി തരാൻ വേണ്ടി ഒരു കസ്റ്റമറിനെ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ആളാരാന്നൊക്കെ നമ്മൾ ലാസ്റ്റ്, അതായത് ചിലപ്പോൾ പാർട്ടായിട്ടായിരിക്കും വീഡിയോ വരുന്നത്, അല്ലെങ്കിൽ ഓരോ ഒറ്റ വീഡിയോ ആയിട്ട് വരും. അപ്പോൾ ഇത് ഏത് വീഡിയോ ആയാലും അവസാനത്തതിൽ ആ കസ്റ്റമറിനെ കാണിക്കുന്നതായിരിക്കും ഈ ഒരു വണ്ടി കൊടുക്കുമ്പോൾ. അപ്പോൾ ഇതൊരു സൈക്കിളാണ്. സൈക്കിൾ കാണിച്ചു തരാം. ഈ സൈക്കിൾ ലേഡി ബേർഡ് സൈക്കിളാണ് കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് നമുക്ക് ലേഡി ബേർഡ് സൈക്കിളൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഏതായാലും എന്താ പരിപാടി എന്നൊക്കെ നോക്കാം കേട്ടോ. അപ്പോൾ സംഭവം നേരെ വീഡിയോയിലൊക്കെ കിടക്കാൻ വൈകുന്നില്ല. അപ്പോൾ എങ്ങനെ ഇതൊക്കെ ഉണ്ടാക്കുന്നതെന്ന് ഇതിൽ എനിക്ക് കാണാൻ പറ്റും. ഓക്കെ, വൈകിപ്പിക്കുന്നില്ല വീഡിയോ. നമ്മുടെ സൈക്കിൾ ഇതാണ് കേട്ടോ, ലേഡി ബേർഡ് സൈക്കിള്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കസ്റ്റമർ ഒരുപാട് നാൾ കൊണ്ട് ഇത് ചവിട്ടി യൂസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്താണ് നമ്മൾ ഇലക്ട്രിക് സൈക്കിളാക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതാ ഇതിൻ്റെ ടയറും കാര്യങ്ങളും എല്ലാം ലേഡി ബേർഡിൻ്റെയാണ്. ഒരു ഷോക്ക് കാണുന്നുണ്ട്. ഇത് ഫുള്ള് നമുക്ക് സെറ്റാക്കി എടുക്കണം. അപ്പോൾ ഇതാണ് അതിൽ ലേഡി ബേർഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ബാക്കിൽ നമ്മൾ ഒരുപാട് പ്ലാനിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ലേഡി ബേർഡാണ് നമുക്ക് ഇലക്ട്രിക് സൈക്കിൾ ആക്കാനുള്ളത്. അപ്പോൾ ഗൈസ്, ഇതാണ് കേട്ടോ നമ്മുടെ ആ ഒരു ഇലക്ട്രിക് സൈക്കിൾ ഉണ്ടാക്കാനുള്ള ഫുൾ കിറ്റും നമ്മൾ ഓൺലൈൻ വഴി വരുത്തിയിട്ടുള്ളത്. നല്ല പാക്കിങ്ങിലൊക്കെ നമ്മൾ ആമസോണിലും ഫ്ലിപ്കാർട്ടിൽ നിന്നും ഒക്കെ ആയിട്ടാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് ഈ ഒരു മോട്ടർ കിറ്റ് പോലെയാണ് നോക്കി തുടങ്ങാം. ഏതായാലും ഞാൻ അൺബോക്സ് ചെയ്ത് നോക്കിയിട്ടുണ്ട് സംഭവം എന്താണെന്നൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതാണ് ആക്സിലേറ്റർ, ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ആക്സിലേറ്റർ, ബ്രേക്കും സെറ്റും, ബ്രേക്ക്, ലാമ്പ്, ഓക്കെ, മെയിൻ ഐറ്റം കൺട്രോള്. ഓക്കെ, പിന്നെ നമുക്ക് വരുന്നത് ചാർജറാണ് കേട്ടോ. നമുക്ക് ഈ ചാർജർ പറ്റത്തില്ല, കാരണം പറയാം. ഒരു സെൻസറിൻ്റെ ഒരു ഐറ്റമാണ് കേട്ടോ. അടുത്തത് മോട്ടർ വെക്കാനുള്ള ഒരു പ്ലേറ്റ് ആണ് കേട്ടോ. അടുത്തതാണ് മെയിൻ സാധനം, നമ്മുടെ മോട്ടർ. അപ്പോൾ 350 വാട്ട്സ് മോട്ടറാണ്, അത്യാവശ്യം വെയിറ്റ് ഉണ്ട്, ചെറിയ മോട്ടറാണ്. ഒരു ആക്സിൽ വരുന്നുണ്ട്, ഒരു ബുഷ് വരുന്നുണ്ട് ഗൈസ്, പിന്നെ കുറച്ച് സ്ക്രൂസ് വരുന്നുണ്ട്. ഫ്രീ വീൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ചാർജർ പോർട്ട് കണ്ട, പിന്നെ അതിൻ്റെ ക്ലിപ്പും കാര്യങ്ങളൊക്കെയാണ് മോട്ടറിൻ്റെയും കൺട്രോളിൻ്റെയും ഒക്കെ. ഗൈസ്, ഇനിയുള്ളത് ബാറ്ററിയാണ് കേട്ടോ. നമ്മൾ ഫ്ലിപ്കാർട്ടിലാണ് എടുത്തിട്ടുള്ളത്. ബാറ്ററി 24 വോൾട്ട് ആക്കാനായിട്ട് ഇത് 12 വോൾട്ടിൻ്റെ രണ്ടെണ്ണമാണ് എടുത്തിട്ടുള്ളത്. ഇത് ലിഥിയം ഫോസ്ഫേറ്റ് ബാറ്ററിയാണ് കേട്ടോ. 2 ബാറ്ററി ഉണ്ട് കേട്ടോ. ഗൈസ്, ഇനി ലിഥിയം ഫോസ്ഫേറ്റ് ബാറ്ററി ചാർജർ സെപ്പറേറ്റ് മേടിക്കണോണ്ട് നമ്മൾ അതും സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ലിഥിയം ഫോസ്ഫേറ്റ് ബാറ്ററി മാത്രം ചാർജ് ചെയ്യുന്ന ലിഥിയത്തിൻ്റെ ബാറ്ററി ചാർജറാണ്. സ്പീഡോമീറ്റർ കേട്ടോ, സ്പീഡോമീറ്ററാണ്. ബ്രേക്ക് ലൈറ്റ് ഉണ്ട്, ഒരുപാട് ഐറ്റം ഉള്ള ഒരു ഇൻഡിക്കേറ്ററാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കണക്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ്, ഏതായാലും നിങ്ങൾ കണ്ടില്ലേ നമ്മൾ ഓൺലൈൻ വഴി ഇതിനു വേണ്ടി ഇലക്ട്രിക് സൈക്കിൾ ആക്കാനുള്ള ഐറ്റംസൊക്കെ. ഇനിയിപ്പോൾ നമുക്ക് പണി തുടങ്ങുകയാണ്. അപ്പോൾ നമുക്ക് മോട്ടർ ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ പ്ലാനിങ് ഒക്കെ എന്താ അറിയാമോ? പ്ലാനിങ് എന്ന് വെച്ചാൽ നമ്മൾ ബാറ്ററി വെക്കാൻ ഉദ്ദേശിക്കുന്ന ഈ ഒരു ഭാഗത്താണ് കേട്ടോ. കാര്യം 2 ഉദ്ദേശമുണ്ട്. ഒന്ന്, 2 പേർക്ക് ഇരിക്കുകയും ചെയ്യാം. ഇവിടെ നമ്മൾ സീറ്റ് ആക്കാനുള്ള ഉദ്ദേശം, ബാറ്ററി ഇതിൽ വെക്കാനുള്ള ഉദ്ദേശം. ബാറ്ററി 2 എണ്ണമാണുള്ളത്, 12 വോൾട്ടിൻ്റെ 24 വോൾട്ട് ആക്കിയിട്ട്. അപ്പോൾ 24 വോൾട്ട് 350 വാട്ട്സ് മോട്ടറാണ്. മോട്ടർ നമ്മൾ സൈക്കിളിൻ്റെ ചെയിനിൻ്റെ ഈ ഒരു ഭാഗത്താണ് സെറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആക്സിലേറ്ററും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലേ, അടിപൊളിയാണ്. നമ്മൾ ലൈറ്റും കാര്യങ്ങളും ഇത് അഴിച്ചു മാറ്റണം. പിന്നെ അതുപോലെ തന്നെ ടയർ മാറ്റി നമുക്ക് മോട്ടർ സെറ്റ് ചെയ്യണം കേട്ടോ. നമുക്ക് ആദ്യം തന്നെ ഈ ഒരു സൈക്കിള് തിരിച്ചിടാം. മോട്ടറും കാര്യമൊക്കെ സെറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ അഴിക്കാനുള്ള എല്ലാം. അപ്പോൾ നമുക്ക് ഈ ഒരു ടയർ ഊരേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ടൂൾസ് എടുക്കാം കേട്ടോ. കട്ടി സോപ്പി അപ്പോൾ ഗൈസ്, അങ്ങനെ നമ്മൾ ടയർ ഊരി എടുത്തിട്ടുണ്ട് കേട്ടോ.
ഓക്കെ, അപ്പം ടയർ ഊരി നിർത്തിയേക്കും. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ മറ്റേ ആ ഒരു ഇതിൻ്റെ അകത്ത് ആ ഒരു പട്ടയ്ക്കകത്ത് നമ്മളെ ഫ്രീ വീൽ ഇട്ടിട്ടുണ്ട് കേട്ടോ, രണ്ടും കൂടി. ഇനിയിപ്പോൾ നമുക്കിത് ഇതിലോട്ട് വെച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ കുറച്ച് ഗ്രീസ് കയറ്റുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ടയറിൻ്റെ അകത്ത് ഫ്രീ വീലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് അടുത്തടുത്തായിട്ട് രണ്ടെണ്ണം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ ബോക്സൊക്കെ അടിച്ചിട്ട് ഫുള്ള് സെറ്റായിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ബോക്സ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു ഡിസൈൻ എന്ന് പറയുന്നത് ഇതാണ് സംഭവം. ഇവിടുന്ന് ഇങ്ങനെ വളച്ചിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഒരു കോൺ ഷേപ്പിലാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതായത് നമ്മുടെ ആ ഒരു സൈക്കിളിൻ്റെ ബാക്കിൽ ഫിക്സ് ആയിട്ടിരിക്കുന്ന രീതിയിൽ, ക്യാരിയറിൻ്റെ അവിടെ ഫിക്സ് ആയിട്ടിരിക്കുന്ന രീതിയിലാണ് ബോക്സ് അടിച്ചിട്ടുള്ളത്. ഇതിൻ്റെ പൊക്കം എന്ന് പറയുന്നത് 6.5 പൊക്കമാണ്, 6.5 ഇഞ്ച്. അതുപോലെ തന്നെ നീളവും 14 ഇഞ്ച്. അതുപോലെ തന്നെ ഈ ഒരു വീതിയും 6 ആണ്. പിന്നെ നമ്മളൊരു ജാവരിയൊക്കെ കൊടുത്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ മണ്ടയ്ക്ക് നമുക്ക് കുഷ്യൻ അടിക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഇതങ്ങ് സീറ്റാക്കുകയാണ് നമ്മൾ. അപ്പോൾ ഇതൊക്കെ ഒന്ന് പെയിൻ്റ് അടിച്ചിട്ട് വൃത്തിയാക്കി എടുക്കാനുണ്ട്. സംഭവം നമുക്ക് ഈ ഒരു ബോക്സിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് മെയിനായിട്ടും ബാറ്ററിയും കാര്യങ്ങളൊക്കെ വെക്കാനുള്ളതാണ്. അപ്പം നമ്മൾ ബാറ്ററിയും കാര്യങ്ങളൊക്കെ വെക്കുന്നത് മാത്രമല്ല, നമുക്കിതിൻ്റെ മണ്ടയ്ക്ക് ഇരിക്കുകയും കൂടി ചെയ്യാനുള്ള ഒരു മോഡലിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ. ബോക്സ് സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ പെയിൻറ്റിങ്ങിൻ്റെ പരിപാടിയാണ് നമുക്ക് നോക്കാനുള്ളത്. സൈക്കിളും ഫുള്ള് പെയിൻറ്റ് ചെയ്യണം. അപ്പോൾ ഏതായാലും ബോക്സ് വേണ്ടല്ലോ, ഇനിയിപ്പോൾ നമുക്ക് പെയിൻറ്റിലേക്ക് കടക്കാം. അപ്പോൾ ഗായ്സ് നമുക്ക് ഈ ഒരു ബോക്സ് ഫുള്ള് നമുക്ക് പുട്ടിയിട്ടൊക്കെ വൃത്തിയാക്കിയിട്ട് എടുക്കാവേ. അപ്പോൾ ഈ ഹോളൊക്കെ അടച്ച് നമുക്ക് പുട്ടിയിട്ടെടുക്കാം. അപ്പോൾ ആദ്യത്തെ നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് ഫുള്ളൊന്ന് നമുക്ക് ചിരണ്ടായിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ പുട്ടി എന്ന് പറയുന്നത് ഇതാണ്. ഇതൊരു 200 ഗ്രാമിൻ്റെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ബോക്സിൽ എത്രയൊക്കെ മതി, ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ മിക്സ് ചെയ്യുന്നത് നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഗൈസ് അപ്പോൾ നമ്മളിതാ ഫുള്ള് പുട്ടിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഉണക്കാനായിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗൈസ് നമുക്ക് പെയിൻ്റ് അടിക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഒരു കോട്ടായിട്ട് ഇതാ വൈറ്റ് നമ്മൾ കൊടുക്കുകയാണ് കേട്ടോ. അതിനായിട്ട് നമ്മൾ തൂവൽ ബ്രഷും കൂടി എടുക്കുകയാണ്. അടിച്ചിട്ട് നമ്മൾ ഉണങ്ങി കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇരിക്കുന്നുണ്ട്. നല്ല രീതിയിൽ ഉണങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മെയിൻ കളർ അടിച്ചു കൊടുക്കേണ്ട പരിപാടിയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ബോക്സ് ഉണ്ടല്ലോ, അതും നമ്മൾ വൈറ്റ് അടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഉണങ്ങാനായിട്ട്. പുട്ടിയൊക്കെ ഇട്ട് നമ്മൾ വൈറ്റൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ശരിക്കപ്പം ഉണങ്ങുമ്പോഴത്തേക്കിനും നമുക്ക് ആ സമയം കൊണ്ട് ഈ ഒരു സൈക്കിൾ ഫുള്ള് നമ്മുടെ മെയിൻ കളർ അടിച്ചെടുക്കാം. നമ്മുടെ ഈ ഒരു പെയിൻ്റ് എന്ന് പറയുന്നത് നമ്മളൊരു മിൻറ്റ് കളറ് അടിക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു കളറാണ് കിട്ടിയിട്ടുള്ളത്, പച്ചയായിട്ടുള്ളത്. അപ്പോൾ ഇതിനെ നമുക്ക് കുറച്ച് വൈറ്റിൽ മിക്സ് ചെയ്ത് നമുക്ക് ആ ഒരു കളറിലേക്ക് എത്തിക്കണം. അപ്പോൾ അതാ നമ്മൾ നേരത്തെ അടിച്ച ആ ഒരു വൈറ്റ് എടുത്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നു. ഗൈസ് നമ്മുടെ പെയിൻറ്റ് ഉണ്ടോ. അപ്പോൾ നമുക്ക് അത് മിക്സ് ചെയ്ത് വരുന്നതനുസരിച്ച് നമുക്കത് കിട്ടുന്നതനുസരിച്ച് മിക്സ് ചെയ്തെടുക്കാവേ.
അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് അടിക്കുന്ന നമുക്ക് കാണാവേ. കളറ് ഓക്കെ, നമ്മുടെ മെയിൻ കളർ ഇതാ കറക്റ്റയ്ക്ക് മിക്സായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി കളറാണ്. അപ്പോൾ നമുക്ക് അടിച്ചു തുടങ്ങാവേ. ഓ ഗൈസ്, നല്ല അടിപൊളി കളറാണ് നമ്മൾ ഇതിൽ കൊടുക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി കളറ്. ഗൈസ്, അപ്പോൾ നമ്മൾ സൈക്കിളിലും അതുപോലെ തന്നെ ബോക്സിലൊക്കെ പെയിൻറ്റ് ചെയ്തിട്ട് ഉണക്കാനായിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഫുള്ള് നമ്മൾ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പെയിൻറ്റിങ് പരിപാടി എല്ലാം കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പം ഈ ബ്ലാക്ക് അടിക്കേണ്ട പോർഷനൊക്കെ ഒന്ന് ബ്ലാക്ക് അടിച്ചാൽ മാത്രം മതി. ബാക്കി ഇതാ നമ്മൾ പെയിൻറ്റിങ്ങും കാര്യങ്ങളെല്ലാം ഫിനിഷ് ചെയ്ത് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ തന്നെ. ഒരു ലൈറ്റ് കളർ കൊണ്ട് തന്നെ എടുപ്പുമുണ്ട്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ നമ്മുടെ ബ്ലാക്കും ഷെയ്ഡും കയറി കഴിയുമ്പോഴത്തേനും സൈക്കിള് ഫുള്ള് ഒരു ഇതായി കഴിയും. അതുപോലെ തന്നെ ബ്ലാക്ക് സീറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഫുള്ള് സെറ്റാവും. ഇനിയിപ്പോൾ പരിപാടി എന്ന് വെച്ചാൽ ഫിറ്റിംഗ് ആണ് കേട്ടോ. നമ്മുടെ മെയിൻ പരിപാടിയിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ്. അപ്പോൾ ആ ഒരു ഫിറ്റിംഗ് കാണിക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. കാരണം നമ്മൾ ആ ഒരു ലോങ് വീഡിയോ ആവുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഫിറ്റിങ് മറ്റൊരു പാർട്ടുമായിട്ട് വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു പെയിൻറ്റിങ് അതുപോലെ തന്നെ എൻ്റെ മേക്കിങ്ങും ഒക്കെ ഈ ഒരു വീഡിയോ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തൊരു വീഡിയോ കാണാം. ബൈ.